Good morning. Good morning, Miss. പ്രിൻസി കേക്കുന്നില്ലേ? കേക്കാം. പ്രിൻസിയുടെ സൗണ്ട് ഇവിടെ കേക്കുന്നില്ലല്ലോ. പ്രിൻസി, ഞാൻ പറയുന്ന കേക്കുന്നുണ്ടോ? കേക്കാം മിസ്സേ, ഞാൻ പറയുന്നത് കേക്കത്തില്ലേ? മിസ്സേ, ഞാൻ പറയുന്നത് കേക്കാവോ? ഞാൻ പറയുന്നത് നിങ്ങൾ കേക്കുന്നുണ്ടോ? പ്രിൻസി പറഞ്ഞിട്ട് ഇവിടെ കേക്കുന്നില്ലല്ലോ. മിസ്സേ, ഞാൻ പറയുന്നത് പ്രിൻസി, മിസ്സേ, ഞാൻ പറയുന്നത് കേക്കത്തില്ലേ? മിസ്സേ, കേക്കാവോ? അവന് പറയണ എനിക്ക്. ഗുഡ് മോർണിംഗ് പ്രിൻസി. ഗുഡ് മോർണിംഗ് മിസ്, കേക്കാവോ? ഇപ്പൊ കേക്കാം. ഓക്കെ. ഞാൻ പറയുന്നുണ്ടായിരുന്നു, പക്ഷെ മിസ് പറയുന്നത് ഞങ്ങൾക്ക് കേക്കാം. എനിക്ക് ഇങ്ങോട്ട് കേൾക്കാൻ പറ്റണ്ടായിരുന്നില്ല. ഓക്കെ. ഇന്നലെ നിഷ് ടീച്ചർ പ്രത്യേകം പറഞ്ഞല്ലോ നിങ്ങളോട് ക്ലാസ്സിൽ കയറിയപ്പോ 10:30 ആകുമ്പോഴത്തേനും മാക്സിമം ജോയിൻ ചെയ്യാൻ നോക്കാം. നമുക്ക് അത്രയും പോർഷൻസ് തീരാലോ. അപ്പൊ അത് 2 പേരാണ് കയറിയിട്ടുള്ളൂ. കഴിഞ്ഞ ദിവസം എത്ര പേരുണ്ടായിരുന്നു ക്ലാസ്സിൽ? ഇന്നലെ 8 പേരെ കണ്ടുള്ളായിരുന്നു. 8 പേരുണ്ടായിരുന്നു അല്ലേ? ഓക്കെ. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മുടെ ടൈം പോകും. ജസ്റ്റ് 2 മിനിറ്റ് കൂടി നോക്കാം. 2 ബാച്ച് ആയിട്ട് ആക്കിയേക്കാണോ നമ്മളെ? നിങ്ങൾ അങ്ങനെയായിരുന്നല്ലോ. ഫസ്റ്റ് ബാച്ചും സെക്കൻഡ് ബാച്ചും. അപ്പൊ ഫസ്റ്റ് ബാച്ചിന്റെ കഴിഞ്ഞല്ലോ, അതിന്റെ ഒപ്പമായിരുന്നല്ലോ നിങ്ങള് ക്ലാസ്. ഇപ്പൊ നമ്മുടെ ഇതില് മറ്റേ സ്മിത ചേച്ചി അങ്ങനെ അവരൊക്കെ ഉണ്ടായല്ലോ. അതെ, അവർക്കൂടെ കഴിഞ്ഞല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് അന്നേരം നമ്മള് ഒരു മാസത്തെ ഡിഫറൻസ് ഉണ്ടായിരുന്നു നിങ്ങളും ഫസ്റ്റ് ബാച്ചുകാരും തമ്മില്. അപ്പൊ ഒരു 3-4 ചാപ്റ്റർ നിങ്ങൾക്ക് അവിടെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് നമുക്ക് ഇനിയിപ്പോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ മാത്രം സെപ്പറേറ്റ് ചെയ്ത് ഒരു ഗ്രൂപ്പ് ആക്കിയത്. അപ്പൊ നിങ്ങൾക്ക് എടുക്കാത്ത ടോപ്പിക്കുകളാണ് ഞങ്ങൾ എടുത്തു തരുന്നത്. എനിക്ക് ക്ലിയർ ആവുന്നില്ല മിസ്. ഞാൻ സ്മിത ചേച്ചി അങ്ങനെ ഞങ്ങളൊക്കെ ഒരുമിച്ചായിരുന്നു ക്ലാസ്സിലപ്പോ. അതെ, അതാ പറഞ്ഞത്. സ്മിതയൊക്കെ ഫസ്റ്റ് ബാച്ച് ആയിരുന്നു. ഫസ്റ്റ് ബാച്ച്. മേഘ സെക്കൻഡ് ബാച്ച് ആയിരുന്നോ? ഞാൻ ഇപ്പൊ മിസ്സൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയി. എന്നിട്ട് ഞാൻ പിന്നെ അവിടെ ഓഫീസിൽ വിളിച്ച് ചോദിച്ചു. ഞാൻ ഒക്ടോബറിൽ തുടങ്ങിയ ബാച്ചിലാണ്. അപ്പൊ ഞാൻ സത്യം ഏത് ബാച്ചിലാന്ന് വെച്ചാൽ അപ്പൊ അവര് പറഞ്ഞു ഞാൻ സെക്കൻഡ് ബാച്ചിലെന്ന് അവര് പറഞ്ഞു. അപ്പൊ നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് സ്മിത ചേച്ചി അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അവരൊക്കെ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരുമിച്ച് പോയിക്കൊണ്ടിരുന്നവരായിരുന്നു. ഞാനൊന്ന് ക്ലിയർ ചെയ്യാം. വെച്ചാൽ നമ്മൾ ആദ്യം ഫസ്റ്റ് ബാച്ചിലാണ് സ്മിതയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞ 1 മാസം കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് കുറച്ച് കുട്ടികളായിപ്പോ ഒരു സെക്കൻഡ് ബാച്ച് ആക്കി നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ 4 ചാപ്റ്റർ ഉണ്ടായിരുന്നു, കവർ ചെയ്തായിരുന്നു. അപ്പൊ അത് നമ്മളപ്പോ 2 ബാച്ചും കൂടി പിന്നീടുള്ള ക്ലാസ്സുകൾ ജോയിൻ ചെയ്താ പോയിക്കൊണ്ടിരുന്നേ. ഫസ്റ്റ് ബാച്ചും സെക്കൻഡ് ബാച്ചും കൂടി ജോയിൻ ചെയ്ത് നിങ്ങൾ കമ്പൈൻ ചെയ്ത നമ്മളിപ്പോ മോഡ്യൂള് 3ഉം 4ഉം ബാക്കിയുള്ള ക്ലാസ്സുകളും ഒക്കെ അറ്റൻഡ് ചെയ്ത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ചാപ്റ്റേഴ്സ് എടുത്തില്ല, 1 മാസത്തെ ഡിഫറൻസ് വന്നല്ലോ. ആ ക്ലാസ്സുകളാണ് ഇപ്പൊ നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് സെക്കൻഡ് ബാച്ചും സെപ്പറേറ്റ് ആക്കി. ഫസ്റ്റ് ബാച്ചിന്റെ എല്ലാം കഴിഞ്ഞല്ലോ. അവർക്ക് ഇനിയിപ്പോ ഈ സാറ്റർഡേ അവരുടെ എക്സാം ആണ്, ഫൈനൽ എക്സാം ആണ്. അപ്പൊ നിങ്ങളുടെ കുറച്ച് ടോപ്പിക്കുകൾ എന്റെ ഒരു 4 ചാപ്റ്റർ വരുന്നുണ്ട്, പിന്നെ അശ്വതി ടീച്ചറിന്റെ ഉണ്ട്, പിന്നെ ജിഷ ടീച്ചറിന്റെ കുറച്ച് ചാപ്റ്ററുകൾ ഉണ്ട് നിങ്ങളുടെ എടുക്കാനായിട്ട്. അപ്പൊ അത് ഇനിയിപ്പോ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് എക്സാം വരുള്ളൂ. അപ്പൊ ആ ഒരു മാസത്തെ ഡിഫറൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്. നിഷ് ടീച്ചറിന്റെ കംപ്ലീറ്റ് ആയിരുന്നു ചാപ്റ്റേഴ്സ്. അധികം ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നില്ല. ടീച്ചർ അത് വേഗം തീർത്തു. ഞങ്ങളുടെ 6 ചാപ്റ്റർ കവർ ചെയ്തായിരുന്നു ഞാൻ. അതിനുശേഷം നിങ്ങൾ ഒരുമിച്ച് നിങ്ങളെ ആക്കിയത്. അപ്പൊ അതിൽ 2 നമ്മൾ ഇൻട്രൊഡക്ഷനും ഹിസ്റ്ററിയും ആദ്യം തന്നെ നിങ്ങൾക്ക് തന്നായിരുന്നു. പിന്നത്തെ ഒരു 4 ചാപ്റ്റർ ഉണ്ട്. ആ ഒരു ചാപ്റ്റർ നമ്മളിപ്പോ എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടാത്ത ചാപ്റ്റേഴ്സ്. ഓക്കെ. അപ്പൊ ഇതും കഴിഞ്ഞാൽ ഫുള്ളായി. ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളും തേർഡും ഫോർത്തും ഫുള്ള് കഴിഞ്ഞല്ലോ നമ്മള്. ഇപ്പൊ നമ്മൾ എടുക്കുന്ന ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിലെ ചാപ്റ്റേഴ്സ് എടുക്കുന്നത്. അതാണ് നിങ്ങൾക്ക് അവിടെ ഒരു പെൻഡിങ് വന്നത്. ആ 1 മാസത്തെ ആ ഒരു ഡിഫറൻസ് കാരണമാണ് കേട്ടോ.
ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ ഇതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് കഴിഞ്ഞു, പോർഷൻസ് കഴിഞ്ഞു. പിന്നെ മേഘയുടെ കൂടെ ഉണ്ടായിരുന്നവരറിയാലോ, സെക്കൻഡ് ബാച്ചില് ഉണ്ടായിരുന്ന കുട്ടികള്. അതിപ്പോ ഇപ്പോഴും എനിക്ക് ക്ലിയർ ആയിരുന്നു. നേരത്തെ കുറെ പേരായിട്ട് മിക്സ് ആയിരുന്നു. നേരത്തെ ഒരു 10-26 പേരുണ്ടായിരുന്നല്ലോ. അവര് നമ്മള് മാറ്റി ഇപ്പൊ സെപ്പറേറ്റ് ആക്കി. അപ്പൊ അവര് ആ റിവിഷന്റെ സമയത്ത് സ്മിതയൊക്കെ വീണ്ടും ജോയിൻ ചെയ്തായിരുന്നു ഇതിന്. അപ്പൊ അവര് പറഞ്ഞു ജസ്റ്റ് റിവിഷൻ ഒന്ന് കിട്ടിക്കോട്ടെ എന്ന് കയറിയിട്ടാന്ന് പറഞ്ഞു. അത് പ്രശ്നമില്ല, നമുക്ക് നിങ്ങളുടെ കൂടെ അവർക്കിപ്പോ ക്ലാസ്സിൽ കയറണമെങ്കിൽ കയറാം. അവർക്കിപ്പോ സാറ്റർഡേ എക്സാം അല്ലേ, ഫൈനൽ എക്സാം ആണ് അവർക്കുടെ. അപ്പൊ നിങ്ങളുടെ ഈ പോർഷൻസ് കൂടി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം ഇടാൻ പറ്റുള്ളൂ. അപ്പൊ അതിക്ക് മുമ്പ് മോഡലില്ലേ? അതിപ്പോ എങ്ങനെയാന്ന് ഇവിടുന്ന് ഓഫീസിൽ നിന്ന് അറിയിക്കും കേട്ടോ. നിങ്ങളുടെ ഇത് തീരണതിന്റെ അനുസരിച്ച്, ഈ ചാപ്റ്റേഴ്സ് തീരുന്നതിന്റെ അനുസരിച്ച് അതെങ്ങനെയാന്ന് വെച്ചാൽ അറേഞ്ച് ചെയ്യും. അതൊന്നും നിങ്ങൾ ഓർത്ത് പേടിക്കേണ്ട. എക്സാം ആണെങ്കിൽ അതിന്റെ മുന്നേ നിങ്ങൾ അറിയിക്കും കേട്ടോ. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്, അതാ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ വേറെ ആരും ജോയിൻ ചെയ്യുന്ന തോന്നല്ല. ഇനിയുള്ളവർ വേണമെങ്കിൽ റെക്കോർഡ് ക്ലാസ് കാണട്ടെ. നമ്മുടെ ടൈം നമുക്ക് കളയണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് പറഞ്ഞത് ഇന്നലെ ടീച്ചർ പ്രത്യേകം പറഞ്ഞു 10:30 ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ജോയിൻ ചെയ്യുവാണെങ്കിൽ ഇപ്പൊ 1 മണിക്കൂറേ ക്ലാസ് നിങ്ങൾക്ക് ഉള്ളൂ ശരിക്കും. അപ്പൊ നമുക്ക് 11:30 ക്ലാസ് സ്റ്റോപ്പ് ചെയ്യണം. ഇനിയിപ്പോ അത് ഞങ്ങൾ എങ്ങനെയാന്ന് അറിയില്ല, ടൈം കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യോ എങ്ങനെയാന്ന് അറിയില്ല. എന്തായാലും ഇപ്പൊ നമുക്ക് 1 മണിക്കൂർ ക്ലാസ് തരുന്നത് നിങ്ങൾക്ക്. ഓക്കെ, നമ്മൾ എവിടെ വരെയായിരുന്നു എടുത്തത് നിർത്തിയത് ഒന്ന് പറയോ മേഘ? ആരെങ്കിലും ഫെൻസിയോ ആരായാലും കുഴപ്പമില്ല, ഹരിതയോ എവിടെ വരെ എടുത്തായിരുന്നു നമ്മള് ബ്ലഡ് ബാങ്കിന്റെ? ബ്ലഡ് ബാങ്ക് സർവീസ് എവിടെ വരെയാണ് ലാസ്റ്റ് നമ്മൾ എവിടെ വരെ എടുത്തത്? ബ്ലഡ് ബാങ്ക് സർവീസ്. ബ്ലഡ് ബാങ്ക് സർവീസ് നമ്മള് ഏത് പറഞ്ഞ വെൻ ഈസ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നീഡഡ് അതൊക്കെ എടുത്തായിരുന്നു. നോക്കി ട്രാൻസ്ഫ്യൂഷൻ അതൊക്കെ കഴിഞ്ഞു. ട്രാൻസ്ഫ്യൂഷൻ ഒക്കെ കഴിഞ്ഞു. അതാണ് ഞാൻ ചോദിച്ചത്. അത് കഴിഞ്ഞ് വെൻ ഈസ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നീഡഡ് അത് എടുത്തോന്ന് നോക്കി. എന്നുവെച്ചാൽ കുറെ ബാച്ചുകളായതുകൊണ്ടേ, അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത് എവിടെയാണ് ലാസ്റ്റ് നമ്മൾ നിർത്തിയതുള്ളത്. നോക്കി ഇത് നിങ്ങൾക്ക് എടുത്തോ? വെൻ ഈസ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഈസ് നീഡഡ് നോക്കി. അത് ലാസ്റ്റ് അതായിരുന്നു. അതായിരുന്നു എടുത്തത്. അത് പറഞ്ഞായിരുന്നോ? ഓക്കെ, ആർക്കോ ഇതില്ലേ? ഇപ്പൊ നമ്മളാണെങ്കിൽ കുറച്ച് ദിവസമായില്ലേ നമ്മള് ക്ലാസ്സിൽ കയറിയിട്ട്, കുറച്ച് ഗ്യാപ്പ് വന്നു അതിന്റെ ഇടയ്ക്ക്. ഇത് എവിടെ വരെ ലാസ്റ്റ് നമ്മൾ എവിടെ പറഞ്ഞ ട്രാൻസ്ഫ്യൂഷൻ പറഞ്ഞല്ലോ, നമ്മളത് പറഞ്ഞില്ലേ? വിച്ച് ടൈപ്പ് ഓഫ് ബ്ലഡ് ടൈപ്പ് ഈസ് യൂണിവേഴ്സൽ ഡോണർ അതൊക്കെ എഴുതിയില്ലേ നമ്മള്? നോക്കി നിങ്ങള് ബുക്കിലൊന്ന് നോക്കി, ഇതിന്റെ ലാസ്റ്റ് പാരഗ്രാഫ്. അത് ഇമ്പോർട്ടന്റ് ആണ്. ലാസ്റ്റ് പാരഗ്രാഫ് വരെ തീർത്തായിരുന്നു മിസ്സേ. അതന്നെ, ബ്ലഡ് ടൈപ്പ്. വിച്ച് ബ്ലഡ് ടൈപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഡോണർ. ഏത് ബ്ലഡ് ടൈപ്പാ യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്നേ? യൂണിവേഴ്സൽ ഡോണർ വിച്ച് ബ്ലഡ് ടൈപ്പ്? നെഗറ്റീവ്. ഓ നെഗറ്റീവ് എടുത്ത് പറയുക. ബ്ലഡ് ഗ്രൂപ്പ് അല്ല അവിടെ ചോദിച്ചേക്കുന്നേ. വിച്ച് ബ്ലഡ് ടൈപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഡോണർ? ഇതാണ് ഓ നെഗറ്റീവ്. വിച്ച് ബ്ലഡ് ടൈപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ്? ഏത് ബ്ലഡ് ടൈപ്പ് ആയിരുന്നു യൂണിവേഴ്സൽ റെസിപ്പിയന്റ്? AB പോസിറ്റീവ്. AB പോസിറ്റീവ്. അപ്പൊ ഇവിടെ വരെ നമ്മൾ പറഞ്ഞല്ലേ. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കോ. ഇനി നമുക്ക് നെക്സ്റ്റ്, അപ്പൊ എന്താ നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞേ? വാട്ട് യു മീൻ ബൈ ട്രാൻസ്ഫ്യൂഷൻ? വായിക്കല്ലേ നോട്ട് നിങ്ങള്? ട്രാൻസ്ഫ്യൂഷൻ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന അല്ലേ? ദ ട്രാൻസ്ഫർ ഓഫ് ബ്ലഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ, അതിനാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വെൻ ഈസ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നീഡഡ്? എപ്പോഴൊക്കെയാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത്? ഓക്കെ, ഇൻഡിവിജ്വൽ മേ റിക്വയർ എ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഫോർ വെറൈറ്റി ഓഫ് സം ഓഫ് ദം ആർ. പല സിറ്റുവേഷൻസിലും പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. അത് കുറച്ച് സിറ്റുവേഷൻസ് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് നോക്കിയേ,
to substitute for the lost blood after a serious or surgery. ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്, ഈ സർജറി ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ സീരിയസ് കേസിലൊക്കെ സർജറി ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് കുറെ ബ്ലഡ് പോയി കഴിഞ്ഞാൽ അപ്പൊ ആ സമയത്ത് ആ നഷ്ടപ്പെട്ട ബ്ലഡിന് പകരം അവിടെ ബ്ലഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലെ. ഇപ്പൊ ഡെലിവറി ഒക്കെ ആണെങ്കിലും ചില കോംപ്ലിക്കേറ്റഡ് ഒക്കെ ആണെങ്കിൽ കുറെ ബ്ലഡ് ഒക്കെ പോയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ബ്ലഡ് കയറ്റും അല്ലെ. അപ്പൊ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബോഡിയിൽ നിന്ന് ഈ സർജറി ഒക്കെ ചെയ്യുമ്പോൾ അമിതമായിട്ട് ബ്ലഡ് പോയി കഴിഞ്ഞാൽ ആ ബ്ലഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ അതിന് പകരം നമുക്ക് ആ സെയിം ഗ്രൂപ്പും എല്ലാ ബ്ലഡും ഒക്കെ നോക്കിയിട്ട് മാച്ച് ചെയ്ത ബ്ലഡ് നമ്മുടെ ബോഡിയിലേക്ക് കയറ്റും. അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും. To substitute for the lost blood after a serious or surgery. നമ്മുടെ സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം സർജറി ഒക്കെ ചെയ്യുമ്പോൾ ധാരാളം ബ്ലഡ് നമ്മുടെ ബോഡിയിൽ നിന്ന് ലോസ്റ്റ് ആവുകയാണെങ്കിൽ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ യൂസ് ചെയ്യുന്നു ഒരു സിറ്റുവേഷനാണ്. സെക്കൻഡ് വൺ ആണ് ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിങ്. ദഹനനാളത്തിലുണ്ടാകുന്ന ബ്ലീഡിങ്, രക്തസ്രാവം ആണ് രണ്ടാമത്തെ സിറ്റുവേഷൻ. ആ സമയത്ത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിങ്. നെക്സ്റ്റ് തേർഡ് വൺ ആണ് ലുക്കീമിയ. ലുക്കീമിയ എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലഡ് ക്യാൻസർ. ബ്ലഡ് ക്യാൻസർ. അപ്പൊ ബ്ലഡ് ക്യാൻസർ ഒക്കെ ആണെങ്കിൽ എന്താണ്, ആ ബ്ലഡ് മാറ്റി വേറെ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യാം അല്ലെ, ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ സിറ്റുവേഷൻസ് ആണ് തേർഡ് വൺ പറഞ്ഞേക്കുന്നത് ലുക്കീമിയ. ആ ഒരു സ്റ്റേജിലും ആ ഒരു കണ്ടീഷനിലും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. നെക്സ്റ്റ് ഫോർത്ത് വൺ ലാക്ക് ഓഫ് ഹെൽത്തി RBC സെൽസ്. ആവശ്യത്തിനുള്ള ഈ RBC സെൽസിന്റെ കുറവ്, RBC ബ്ലഡിലെ RBC കൗണ്ട് കുറവാണെങ്കിൽ RBC ട്രാൻസ്ഫർ ചെയ്യാം, ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ RBC കയറ്റാൻ പറ്റും. അപ്പൊ അങ്ങനെ RBCയുടെ ഹെൽത്തി RBC സെൽസിന്റെ കുറവ് അഭാവം, അപ്പൊ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. പിന്നെ അടുത്താണ് റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി ഓർ അതർ ക്യാൻസർ ട്രീറ്റ്മെന്റ്. ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റുകളാണ്. റേഡിയേഷൻ നടത്താം, അല്ലെങ്കിൽ കീമോതെറാപ്പി ചെയ്യാം, അല്ലെങ്കിൽ മറ്റുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റ്സിൽ ആ സമയത്തൊക്കെ ആ ഒരു സിറ്റുവേഷൻസിലൊക്കെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി ഓർ അതർ ക്യാൻസർ ട്രീറ്റ്മെന്റ്സ്. നെക്സ്റ്റ് ആണ് ലിവർ പ്രോബ്ലം. ലിവറിന് ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ, കരൾ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. പിന്നെ അടുത്ത ബ്ലഡ് ഡിസോർഡർ, ബ്ലഡിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഡിസീസ് അല്ലെങ്കിൽ ഡിസോർഡേഴ്സ്. ഓക്കെ, ബ്ലഡ് ഡിസോർഡേഴ്സ് ഓർ ബ്ലഡ് ഡിസീസ് ഓർ ഡിസോർഡർ ഓഫ് ദ ബ്ലഡ്. ബ്ലഡിൽ എന്തെങ്കിലും ഡിസീസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ബ്ലഡ് മാറ്റി അവിടെ പുതിയ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യും. അപ്പൊ ഇത്രയും സിറ്റുവേഷൻസിലൊക്കെയാണ് ഒരു പേഴ്സണിന് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത്. ഏതൊക്കെയാണെന്ന് ഒന്നോട് നോക്കിയേ. ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ലോസ്റ്റ് ബ്ലഡ് ആഫ്റ്റർ എ സീരിയസ് ഓഫ് സർജറി. നെക്സ്റ്റ് ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിംഗ്. തേർഡ് വൺ ലുക്കീമിയ. Next, fourth, lack of healthy RBC. Next, fifth, radiation therapy, chemotherapy or other cancer treatments. Next, liver problem. Next one ആണ് blood disorders. ഒന്ന് വായിച്ചു നോക്കിയ വേഗം ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത്. കഴിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ബ്ലഡ് ബാങ്ക് മാനേജർ. ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി, അദ്ദേഹത്തിന്റെ എന്തൊക്കെയാണ്, അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം എന്തൊക്കെയാണ്, ജോലിയുമായി ബന്ധപ്പെട്ട ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ബ്ലഡ് ബാങ്ക് മാനേജർ.
Okay, first point എന്താ? A blood bank manager act as a head of the entire blood bank. Entire blood bankന്റെ ആ ഒരു ഹെഡ് ആയിട്ട് ആക്ട് ചെയ്യണം. A blood bank manager act as a head of the entire blood bank. അപ്പൊ ബ്ലഡ് ബാങ്കിലുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക. എല്ലാത്തിന്റെ ഒരു ഹെഡ് ആയിട്ട് നിൽക്കണം ബ്ലഡ് ബാങ്ക് മാനേജർ. നെക്സ്റ്റ്, he or she is at the helm of the daily operation. At the helm എന്ന് പറഞ്ഞ ഇൻചാർജ്. He or she is in the in charge of the daily operation of at the blood bank. ബ്ലഡ് ബാങ്കിൽ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും അതിന്റെ എല്ലാത്തിന്റെയും ഇൻചാർജ് ഉള്ള ഒരു ആളായിരിക്കണം. അത് ഇൻചാർജ് എന്നുള്ളത് ഈ ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. അദ്ദേഹം he or she is in charge of the daily operation at the blood bank. ബ്ലഡ് ബാങ്കിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു ഇൻചാർജ് ഉള്ളത് അദ്ദേഹത്തിന്റെ ചുമതലയാണ്. അത് ഏതൊക്കെയാന്ന് നോക്കിയാൽ ബ്ലഡ് ബാങ്ക് ചെക്കിംഗ് എക്സ്പെൻസ്, conducting inspection and working with the third party services. ഇതൊന്ന് കറക്റ്റ് ചെയ്തോ കേട്ടോ. തേർഡ് എന്നാണ് third party services. അപ്പൊ ബ്ലഡ് ബാങ്കിൽ നടക്കുന്ന എല്ലാ ഓപ്പറേഷൻസിനൊക്കെ ഒരു ഇൻചാർജ് ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അവിടെ നടക്കുന്ന ചെക്കിംഗ് എക്സ്പെൻസ്, അവിടുത്തെ എക്സ്പെൻസ് ഒക്കെ ചെക്ക് ചെയ്യുക, വരപ്പിച്ചിരുന്ന കണക്കുകൾ കാര്യങ്ങള് എക്സ്പെൻസ് ഒക്കെ ചെക്ക് ചെയ്യണം. പിന്നെ കണ്ടക്ടിങ് ഇൻസ്പെക്ഷൻസ് പിന്നെ ചെക്കിങ് കാര്യങ്ങള് അങ്ങനെയുള്ളതൊക്കെ കണ്ടക്ട് ചെയ്യുക. ആൻഡ് വർക്കിംഗ് വിത്ത് തേർഡ് പാർട്ടി സർവീസസ്. മറ്റേ നമ്മൾ പറഞ്ഞില്ല തേർഡ് പാർട്ടി ആയിട്ടുള്ള ഈ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന അവരൊക്കെ ആയിട്ട് ഒരു എന്താ പറയുക വർക്കിംഗ്, അവരുമായിട്ട് ഒരു കോപ്പറേഷൻ ഉണ്ടാകുന്ന ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് അവരൊക്കെ ആയിട്ട് ഒരു സഹകരണ ഒരു കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകുക, അല്ലെങ്കിൽ അവരുമായിട്ടൊക്കെ ഒരു വർക്ക് ചെയ്യുക. And working with the third party services. So he or she is in charge of daily operations at the blood bank. ബ്ലഡ് ബാങ്കിൽ നടക്കുന്ന എല്ലാ ഡെയിലി നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളിലും ഒക്കെ അതിനൊരു ഇൻചാർജ് വേണം. പിന്നെ എക്സ്പെൻസ് ചെക്ക് ചെയ്യണം, ഇൻസ്പെക്ഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യുക, പരിശോധനകൾ പെട്ടെന്ന് ഓരോ ഇത് കാര്യങ്ങളൊക്കെ ഒന്ന് ഇൻസ്പെക്ഷൻ നടത്തുക. പിന്നെ തേർഡ് പാർട്ടി സർവീസുമായിട്ട് വർക്ക് ചെയ്യുക. നെക്സ്റ്റ് തേർഡ് പോയിന്റ് ആണ് accountable for selecting, training and guiding tasks of personnel. He or she supervises and leads newly hired staff for the work they do, and they implement different rules and regulations of the company. Training are given. ഇനി അടുത്ത് നോക്കിയേ, നമുക്ക് accountable for selecting, training and guiding tasks of personnel. അവിടെ പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥരാണ്. അപ്പൊ അവരെ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുന്നതില്, പിന്നെ അതുപോലെ അവരെ ട്രെയിൻ ചെയ്യിക്കുന്നതില്, ഗൈഡിങ് ടാസ്കുകൾ, അവർക്ക് ഗൈഡിങ് കൊടുക്കുന്നത്, ഇതിനൊക്കെ ഉത്തരവാദിത്തമുള്ള ഒരു ആളായിരിക്കും ബ്ലഡ് ബാങ്ക് മാനേജർ. അതിനൊക്കെ ഉത്തരവാദിത്തം ഉണ്ട്. അക്കൗണ്ടബിൾ എന്ന് വെച്ചാൽ ഉത്തരവാദിത്തം. അക്കൗണ്ടബിൾ ഫോർ സെലക്ടിങ്, ഈ പേഴ്സണൽസിനെയൊക്കെ സെലക്ട് ചെയ്യാനും ട്രെയിനിങ് ചെയ്യാനും അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഗൈഡിങ് ടാസ്കുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഉത്തരവാദിത്തം ഉള്ള ഒരു ആളായിരിക്കും. പിന്നെ അടുത്ത് പറഞ്ഞേക്കുന്ന he or she supervise and lead newly hired staff on the work they do and they implement the rules and the regulations of the company. He or she supervise and lead the newly, പുതിയതായിട്ട് നിയമിക്കപ്പെടുന്ന സ്റ്റാഫുകളൊക്കെ ഇല്ലേ, അപ്പൊ അവർക്കുടെ വർക്കിലൊക്കെ അവരെയൊക്കെ ഒന്ന് സൂപ്പർവൈസ് ചെയ്യുക, അവരെ ഒന്ന് ലീഡ് ചെയ്തുകൊണ്ട് പോവുക. പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും, അങ്ങനെയൊക്കെ ഉള്ള ചെയ്യണം. അവരൊന്ന് ലീഡ് ചെയ്യണം, അവരൊന്ന് ലീഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അതിനെ ഒന്ന് സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ള അതൊക്കെ ഈ ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ ഉത്തരവാദിത്തത്തിൽ വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ആൻഡ് ഇംപ്ലിമെന്റ് ഡിഫറെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ കമ്പനി. ആ കമ്പനിയുടെ പലതരത്തിലുള്ള റൂൾസുകള് റെഗുലേഷൻസ് അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യണം. ഇംപ്ലിമെന്റ് ചെയ്യാന്ന് വെച്ചാൽ അവിടെ നടപ്പിലാക്കണം പല പല നിയമങ്ങളും, അതുപോലെ തന്നെ ആ നിയന്ത്രണ റെഗുലേഷൻസും റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അത് ആ കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നടപ്പിലാക്കണം, ഇംപ്ലിമെന്റ് ചെയ്യുക. പിന്നെ അടുത്ത ട്രെയിനിങ് ആർ ഗിവൺ, ട്രെയിനിങ്ങുകൾ കൊടുക്കുക. ഇതൊക്കെയാണ് ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റീസിൽ വരുന്നത്. ഓക്കെ, അക്കൗണ്ടബിൾ ഫോർ സെലക്ടിങ്, ട്രെയിനിങ് ആൻഡ് ഗൈഡിങ് ടാസ്ക് ഓഫ് പേഴ്സണൽ. He or she supervise and lead newly hired staff on the work they do
and they implement different rules and regulations of the company. Training are given. Training കൊടുക്കുന്നു. പിന്നെ നെക്സ്റ്റ് പോയിന്റ് ആണ് ഫോർത്ത്. He also oversees and assess the gross performance of the staff and ensure that files and records are updated and properly stored. അടുത്ത നോക്കിയേ, he also oversees. Oversees ചെയ്യാന്ന് വെച്ചാൽ എന്താ? Oversees എന്താ? മേൽനോട്ടം വഹിക്കുക. He also oversees and assess വിലയിരുത്തുക. ഗ്രോസ് പെർഫോമൻസ് എന്ന് വെച്ചാൽ ഓവറോൾ പെർഫോമൻസ് ഓഫ് ദ സ്റ്റാഫ്. ആ സ്റ്റാഫുകൾ ഉണ്ടല്ലോ, ഇവിടെ ഒരുപാട് സ്റ്റാഫ് ബ്ലഡ് ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആ സ്റ്റാഫുകളുടെ ഒക്കെ എന്ത് ചെയ്യുക, അവരുടെ ഓരോ അവരുടെ വർക്കിംഗ് കാര്യങ്ങൾ നോക്കി അതിനെ ഒന്ന് വിലയിരുത്തുക. പിന്നെ അതുപോലെ തന്നെ എല്ലാത്തിനും ഒന്ന് മേൽനോട്ടം വഹിക്കുക. മൊത്തത്തിലുള്ള ഓവറോൾ പെർഫോമൻസ്, സ്റ്റാഫിന്റെ ഓവറോൾ പെർഫോമൻസ് ഒക്കെ ഒന്ന് അസസ് ചെയ്യുകയും അതുപോലെ തന്നെ അതിനൊക്കെ ഒന്ന് മേൽനോട്ടം വഹിക്കുകയും ചെയ്യുക. പിന്നെ അതുകൂടാതെ ഒരു കാര്യങ്ങളുണ്ടല്ലോ, ആൻഡ് എൻഷുർ ചെയ്യുക, ഉറപ്പാക്കുക. എന്താണ്? ദാറ്റ് ഫയൽസ് ആൻഡ് റെക്കോർഡ്സ് ആർ അപ്ഡേറ്റഡ് ആൻഡ് പ്രോപ്പർലി സ്റ്റോർഡ്. ഫയൽസും റെക്കോർഡ്സ് ഒക്കെ ഓരോ ദിവസത്തെ ഫയലും റെക്കോർഡൊക്കെ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുക. എന്താ എൻഷുർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ENSURE, എൻഷുവേഴ്സ്. എൻഷുർ ചെയ്യുക, ഉറപ്പാക്കുക, ഉറപ്പുവരുത്തണം. അദ്ദേഹത്തിന്റെ ഒരു എന്താ ജോബ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തത്തിലാണ് ഇത് വരുന്നത്. Ensure the files and records are updated and properly. അതൊക്കെ പ്രോപ്പർ ആയിട്ട് ഓരോ ഫയലുകൾ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യുക. ഈ ഫയലും റെക്കോർഡ്സ് ഒക്കെ എല്ലാ ദിവസത്തെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് അത് അപ്ഡേറ്റ് ചെയ്യുക. അവിടെ നടക്കുന്ന എല്ലാതും എത്രത്തോളം ബ്ലഡ് അവിടെ സ്റ്റോക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഇനി എത്ര ഇത് വേണം, ഏതൊക്കെ ബ്ലഡ് ആണ് ട്രാൻസ്ഫ്യൂഷൻ നടത്തിയത്, ട്രാൻസ്ഫർ ചെയ്തത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും റെക്കോർഡിക്കലി എല്ലാ കാര്യങ്ങളും അന്ന് ഓരോ ദിവസത്തെയും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഫയൽസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യുകയും ചെയ്യണം. Last point, apart from the manager of blood bank staff, the blood bank manager is also responsible for developing center program such as blood donation month. Okay, ഈ ബ്ലഡ് ബാങ്ക് ബ്ലഡ് ബാങ്ക് സ്റ്റാഫിന്റെ മാനേജ്മെന്റിന് പുറമെ ഇതാണ് apart from the management of blood bank staff. ബ്ലഡ് ബാങ്ക് എന്നാണ് കേട്ടോ, അവിടെ ബ്ലഡ് ബാങ്ക് സ്റ്റാഫ് എന്നാണ് കേട്ടോ. എഴുതിയേക്കണേ, ബി ആണ്, ഇത് കറക്റ്റ് ചെയ്തോ. ഈ ബ്ലഡ് ബാങ്ക് സ്റ്റാഫിന്റെ മാനേജ്മെന്റിന്റെ പുറമെ തന്നെ ബ്ലഡ് ബാങ്ക് മാനേജറിന് വേറൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്താണ്? ഫോർ ഡെവലപ്പിംഗ് സെന്റർ പ്രോഗ്രാംസ്. ഡെവലപ്പ് ചെയ്യാനായിട്ട്, പ്രോഗ്രാംസുകൾ നടപ്പിലാക്കാനായിട്ട്, അത് വികസിപ്പിക്കാനായിട്ട്, സച്ച് ആസ് ബ്ലഡ് ഡൊണേഷൻ മന്ത് പോലുള്ള പ്രോഗ്രാംസ്. അപ്പൊ അന്ന് കുറച്ച് എന്താ പറയാ, ആ ഒരു പ്രോഗ്രാം അതിന്റെ ഭാഗമായിട്ട് ബ്ലഡ് ഡൊണേഷൻ മന്ത്, ആ ഒരു മാസം നമുക്ക് കുറച്ച് അവയർനെസ് പ്രോഗ്രാംസ് വേണമെങ്കിൽ സംഘടിപ്പിക്കാം. അതൊക്കെ ആ മാനേജറിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി വരുന്നതാണ്. ഡെവലപ്പിംഗ് എ സെന്റർ പ്രോഗ്രാം സച്ച് ആസ് ബ്ലഡ് ഡൊണേഷൻ മന്ത്. അപ്പൊ കുറെ ആളുകൾക്ക് ബ്ലഡ് ഇപ്പൊ നമ്മള് എന്താ പറയാ ഡൊണേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ അതിന്റെ ഓരോ ഇമ്പോർട്ടൻസിനെ കുറിച്ചും അങ്ങനെ കുറച്ച് ആളുകൾക്കൊക്കെ നമുക്കൊരു അവയർനെസ് നടത്താൻ പറ്റും. അങ്ങനെയുള്ള പ്രോഗ്രാംസുകൾ സംഘടിപ്പിക്കാൻ പറ്റും. ഓക്കെ, such as blood donation. എന്നാ ബ്ലഡ് ഡൊണേഷൻ മന്ത്? നാഷണൽ ബ്ലഡ് ഡൊണേഷൻ മന്ത് ഏത് മാസാന്നറിയോ? ഏതാ? അറിയില്ല എന്നാണ് പറഞ്ഞേ? അറിയില്ല. ഏതാ ഫസ്റ്റ് മന്ത്? ഏതാ നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കലണ്ടറിലെ ഫസ്റ്റ് മന്ത് ഏതാ? ജനുവരിയാണ് ബ്ലഡ് ഡൊണേഷൻ മന്ത്. ഇയാൾ മറക്കൂല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞ. ഫസ്റ്റ് മന്ത് ആണ്, ജനുവരിയിലാണ് ബ്ലഡ് ഡൊണേഷൻ മന്ത്. ഓക്കെ, അപ്പൊ അങ്ങനെ ആ ഒരു ഇങ്ങനെ കുറച്ച് പ്രോഗ്രാംസുകളൊക്കെ ഓരോ ഡേയ്സ് ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന അവയർനെസ് പ്രോഗ്രാംസുകള്, നമുക്ക് സെമിനാറുകള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആളുകൾക്കൊക്കെ ഒന്ന് അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ
നടത്തുക, സംഘടിപ്പിക്കുക. ഇതൊക്കെ ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ, ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. ഓക്കെ, ഒന്ന് വായിച്ചേ. ഞാൻ ഓരോ പോയിന്റ്സ് ഓരോ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാം. ഓക്കെ, വേഗം ഒന്ന് വായിച്ചു നോക്കട്ടാ. 5 പോയിന്റ് അല്ലേ ഉള്ളൂ. ഓക്കെ, ഹരിത വായിക്കോ ഫസ്റ്റ് പോയിന്റ്. ഹരിത വായിക്കാമോ ഫസ്റ്റ് പോയിന്റ്? കേക്കുന്നില്ലേ അനുഷ? പ്രിൻസി? മിസ്സേ വായിക്കാം. എ ബ്ലഡ് ബാങ്ക് മാനേജർ ആക്ട്സ് ആസ് എ ഹെഡ് ഓഫ് ദി എൻറ്റയർ ബ്ലഡ് ബാങ്ക്. ഓക്കെ, എന്റെ ബ്ലഡ് ബാങ്കിന്റെ ഒരു ഹെഡായിട്ട് ആക്ട് ചെയ്യുന്ന ബ്ലഡ് ബാങ്ക് മാനേജർ. നെക്സ്റ്റ് രണ്ടാമത്തെ പോയിന്റ് കൂടി വായിച്ചു. He or she is at the help of the daily operations at the blood bank, checking expense, conducting inspections and working with the third party services. ഓക്കെ, ഹി ഓർ ഷീ നമ്മൾ പറഞ്ഞു ഡെയിലി ആ ബ്ലഡ് ബാങ്കിൽ നടക്കുന്ന എല്ലാ ഡെയിലി ഓപ്പറേഷൻസിനും ഒരു ഇൻചാർജ് ഉള്ള ഒരാളായിരിക്കണം. അദ്ദേഹത്തിന് എക്സ്പെൻസുകൾ ചെക്ക് ചെയ്യുക, ഇൻസ്പെക്ഷൻസ് കണ്ടക്ട് ചെയ്യുക, തേർഡ് പാർട്ടി സർവീസുമായിട്ട് വർക്ക് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നു. ഇനി നെക്സ്റ്റ് ആരാ? മേഘ വായിക്കും അടുത്ത പോയിന്റ്. Accountable for selecting, training and guideline task of problems. He or she supervise and leads newly hired staff on the work they do and implement different rules and regulations of the company. Trainings are given. നമ്മൾ പറഞ്ഞു പേഴ്സണൽ ഉദ്യോഗസ്ഥരുടെ സെലക്ട് ചെയ്യാനും അവർക്ക് ട്രെയിൻ ചെയ്യാനും ഗൈഡിങ് ടാസ്കുകൾ കൊടുക്കാനും ഒക്കെ ഉത്തരവാദിത്തമുള്ള ഒരാളായിരിക്കും. പിന്നെ അതുപോലെ പുതിയതായിട്ട് നിയമിക്കുന്ന സ്റ്റാഫുകൾ ഉണ്ടല്ലോ, അവർക്ക് അവരുടെ വർക്കിലൊക്കെ ഒന്ന് ലീഡ് ചെയ്യാനും അവരെയൊക്കെ ഒന്ന് സൂപ്പർവൈസ് ചെയ്യുകയും ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ കമ്പനിയുടെ പല ഡിഫറെന്റ് റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുക. ട്രെയിനിങ് ആർ ഗിവൺ, അതനുസരിച്ചുള്ള ട്രെയിനിങ്ങുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അടുത്ത പോയിന്റ് കൂടി വായിച്ചു. He also oversees and assesses the gross performance of the staff and ensure that files and records are updated and properly stored. പിന്നെ അടുത്ത് എന്താ പറഞ്ഞ? he also oversees and assess the gross performance of the staff. ഓവറോൾ ആ സ്റ്റാഫിന്റെ മൊത്തത്തിലുള്ള ഓവറോൾ പെർഫോമൻസ് എന്ത് ചെയ്യണം? അസസ് ചെയ്യുക. അതുപോലെ തന്നെ അതിനെയൊക്കെ ഒന്ന് ഓവർസീസ് ചെയ്യുക. പിന്നെ ഫയൽസും റെക്കോർഡ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, അത് പ്രോപ്പറായിട്ട് പ്രോപ്പർലി സ്റ്റോർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ എൻഷുർ ചെയ്യുക, ഉറപ്പുവരുത്തുക. നെക്സ്റ്റ്, ഇനി ഇവിടെ ആരാ ഉണ്ടായിരുന്നേ? ഹരിതയ്ക്ക് കേൾക്കാൻ പറ്റാഞ്ഞിട്ടാണോ ഹരിത? അതോ വായിക്കാൻ പറ്റില്ലാത്തതാണ്? ജസ്റ്റ് ആകെ കുറച്ചു പേരല്ലേ ഉള്ളൂ, അപ്പൊ നിങ്ങക്ക് ഫ്രീ ആയിട്ട് ഇന്ന് ക്ലാസ്സിൽ കേൾക്കാലോ. ഹരിത ഒന്ന് വായിച്ചേ ലാസ്റ്റ് പോയിന്റ്. കേൾക്കുന്നില്ലേ? ലാസ്റ്റ് പോയിന്റ് ഒന്ന് വായിച്ചേ. ഓക്കെ. Apart from the management of blood bank staff, the blood bank manager is also responsible for developing tender programs such as blood donation month. എന്താ പറഞ്ഞേക്കുന്ന ബ്ലഡ് ബാങ്ക് ജീവനക്കാരുടെ ആ മാനേജ്മെന്റിന് പുറമെ തന്നെ ഈ ബ്ലഡ് ഡൊണേഷൻ മന്ത് പോലുള്ള ഈ പ്രോഗ്രാംസുകളൊക്കെ ഡെവലപ്പ് ചെയ്യുക. അതിനൊക്കെ ഒരു ഉത്തരവാദിത്തമുള്ള ഒരാളായിരിക്കും ബ്ലഡ് ബാങ്ക് മാനേജർ എന്ന് പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ്. അപ്പൊ നിങ്ങളോട് ഇങ്ങനെയാണ് ചോദിക്കുന്ന എക്സാമിന്,
which of the following is the job responsibility of a blood bank manager? അല്ലെങ്കിൽ which of the following is not the job responsibility of a blood bank manager? ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഏത്, അല്ലെങ്കിൽ ജോബ് റെസ്പോൺസിബിലിറ്റി ഏത്, അല്ലെങ്കിൽ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ ഉൾപ്പെടാത്തത് ഏത്, അല്ലെങ്കിൽ അതിന് കീഴിൽ വരുന്ന ഏത്, അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ ഈ 5 പോയിന്റ്സ് ഉള്ളൂ. എല്ലാം നമുക്കൊന്ന് വായിച്ചു കഴിഞ്ഞാൽ തന്നെ കിട്ടും. ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, ഇനി അതിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇല്ല. ഇനി നെക്സ്റ്റ് ഒരു ചെറിയൊരു ടോപ്പിക് കൂടിയേ വരുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ അങ്ങ് കഴിയും. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് എൻഷുർ. ഇനി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഉറപ്പുവരുത്തേണ്ടത്? ബ്ലഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? ഓക്കെ, അതാണ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് നോക്കിയേ, ടു കീപ് പ്രോപ്പർ സിസ്റ്റം ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ. ഒന്നാമത്തെ പറഞ്ഞേക്കുന്നത് ടു കീപ് ദ പ്രോപ്പർ സിസ്റ്റം, കീപ്പ് ചെയ്യാന്ന് വെച്ചാൽ സംരക്ഷിക്കുക. പ്രോപ്പർ സിസ്റ്റം ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോള്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോള് കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്. നമ്മൾ പറഞ്ഞല്ലോ, പ്രോട്ടോകോൾ ആദ്യം നമ്മൾ പറഞ്ഞല്ലോ, ഫിസിക്കലി മെന്റലി സ്ട്രോങ് ആണോ നോക്കണം, ഏജ് നോക്കണം, പിന്നെ അങ്ങനെയുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രീ ഡൊണേഷൻ ചെക്കപ്പുകളൊക്കെ ഇല്ലേ, അതൊക്കെയാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോളോ. അതൊക്കെ തന്നെ ഏജ് ലിമിറ്റ് നമ്മൾ പറഞ്ഞു, പിന്നെ വെയിറ്റിന്റെ കാര്യം പറഞ്ഞു, ഹെൽത്തി ഫിറ്റ് ആയിരിക്കണം, കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഒന്നും ഇല്ലാത്തതായിരിക്കണം, ബ്ലഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോള് അതിന്റെ ആ സിസ്റ്റം പ്രോപ്പർ ആയിട്ട് പാലിക്കുന്നുണ്ട്, അവരത് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എൻഷുർ ചെയ്യണം, ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ അത് അവർ ആ പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെയല്ലേ ഈ ബ്ലഡ് ബാങ്കിലെ എല്ലാ കാര്യങ്ങളും മറ്റ് സ്റ്റാഫുകൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് അതൊക്കെ പാലിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. Second point, verify incident forms related to the transfusion reaction, proper maintenance of record. പിന്നെ അടുത്ത വെരിഫൈ ചെയ്യുക, ഇൻസിഡന്റ് ഫോംസ്, ഫോമുകൾ വെരിഫൈ ചെയ്യുക റിലേറ്റഡ് ടു ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫോമുകളൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ റെക്കോർഡുകളൊക്കെ പ്രോപ്പർ മെയിൻ്റനൻസ്, അത് മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുക. പ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ്. ഇപ്പൊ ഫോമുകളൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ ഫില്ല് ചെയ്ത് കൊടുക്കണം. നമ്മൾ അവിടെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ ചെല്ലുമ്പോഴേക്കാണെങ്കിലും നമ്മൾ അവിടെ ഫോം ഉണ്ടാവും, അതൊക്കെ ഫോമൊക്കെ കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ എല്ലാ ഇൻഫർമേഷനും അതിനകത്ത് ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പൊ അങ്ങനെയുള്ള ഫോമുകൾ, ഇൻസിഡന്റ് ഫോംസ്, ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഫോമുകളൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യുക. പ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ അടുത്തത് തേർഡ് പോയിന്റ്, പ്രോപ്പർ സ്റ്റോറേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രൊഡക്ട്സ്. അടുത്ത പോയിന്റ് നോക്കിയേ, സ്റ്റോറേജ്, ഇത് കറക്റ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യണം പ്രോപ്പർ, അല്ലെങ്കിൽ അതിൽ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബ്ലഡും ബ്ലഡ് പ്രോഡക്ട്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യണം. അപ്പൊ അതങ്ങനെ സ്റ്റോർ ചെയ്യുന്നില്ലേ എന്നുള്ള കാര്യം അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്. പ്രോപ്പർ സ്റ്റോറേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ്, പ്രോപ്പർ ആയിട്ട് ബ്ലഡും പ്രോഡക്റ്റും ഒക്കെ സ്റ്റോർ ചെയ്യുന്നില്ലേ എന്നുള്ളത്. പിന്നെ അടുത്ത് നോക്കിയേ, നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ്, ഡിപ്പാർട്ട്മെന്റ് ഈസ് കൺട്രോൾഡ് ബൈ വെൽ ട്രെയിൻഡ് ആൻഡ് ക്വാളിഫൈഡ് പേഴ്സൺ. നല്ല ക്വാളിഫിക്കേഷൻ ഉള്ളത്, അതുപോലെ നല്ല ട്രെയിനിങ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പേഴ്സണൽ ഉദ്യോഗസ്ഥരാണ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത്, ഡിപ്പാർട്ട്മെന്റ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എൻഷുർ ചെയ്യണം. ട്രെയിനിങ്, വെൽ ട്രെയിനിങ് ആയിട്ടുള്ള ഇതോ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത സാധാരണ ഇല്ലാതുള്ള വേറെ ഡിപ്പാർട്ട്മെന്റിൽ, ഇപ്പൊ ഇവിടെ നമ്മൾ ഈ ബ്ലഡ് ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിൽ അതിന് ട്രെയിനിങ് കിട്ടിയ സ്റ്റാഫുകളൊക്കെ ആയിരിക്കുമല്ലോ. വേറെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ വരുന്ന സ്റ്റാഫുകളൊക്കെ ആണെങ്കിലും അത്രത്തോളം ഇവരുടെ അത്ര എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടാവണമെന്നില്ല. അപ്പൊ അങ്ങനെ അതങ്ങനെ ഡിപ്പാർട്ട്മെന്റിന്റെ കൺട്രോള് നല്ല ട്രെയിനിങ് കിട്ടിയിട്ടും അതുപോലെ തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരുമാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ ഒന്ന് എൻഷുർ ചെയ്യുക. അങ്ങനെ ആയിരിക്കണം, എന്നാലാണ് അവിടെ പ്രോപ്പർ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. നല്ല ട്രെയിനിങ് ഉള്ള, അതുപോലെ തന്നെ നല്ല ക്വാളിഫിക്കേഷൻ ഉള്ള പേഴ്സണൽ ആയിരിക്കണം ഡിപ്പാർട്ട്മെന്റിന്റെ ഫുള്ള് കൺട്രോൾ ചെയ്യാനായിട്ട്. ഓക്കെ,
ഇത് ലാസ്റ്റ് പോയിന്റ്, മേക്ക് അറേഞ്ച്മെന്റ് ഫോർ മീറ്റിംഗ് ടു ഐഡന്റിഫൈ ആൻഡ് സെറ്റിൽ ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂസ്, ഓൾസോ ടു റിവൈസ് എക്സിസ്റ്റിംഗ് പോളിസീസ്. അടുത്ത നോക്കിയേ, മേക്ക് അറേഞ്ച്മെന്റ് ഫോർ മീറ്റിംഗ് ടു ഐഡന്റിഫൈ, എന്ത് ചെയ്യാ, മേക്ക് അറേഞ്ച്മെന്റ് ചെയ്യുക, മീറ്റിങ്ങുകൾ അറേഞ്ച്മെന്റ്സ് ചെയ്യുക. എന്തിനു വേണ്ടിയാ? ടു ഐഡന്റിഫൈ ആൻഡ് സെറ്റിൽ ഡിപ്പാർട്ട്മെന്റ് ഇഷ്യൂസ്. ഡിപ്പാർട്ട്മെന്റിൽ, ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇഷ്യൂസ് ഒക്കെ മനസ്സിലാക്കാനും പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള, അതിനൊക്കെ എന്തെങ്കിലും അത് ഐഡന്റിഫൈ ചെയ്ത് അതൊക്കെ ഒന്ന് പരിഹരിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള മീറ്റിങ്ങുകളൊക്കെ ഒന്ന് അറേഞ്ച്മെന്റ് ചെയ്യുക. അറേഞ്ച്മെന്റ്സ് ഫോർ മീറ്റിങ്ങിനുള്ള അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ ഉറപ്പാക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു പോയിന്റ് കൂടി അതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, ഓൾസോ ടു റിവൈസ് എക്സിസ്റ്റിംഗ് പോളിസീസ്. നിലവിലുള്ള പോളിസീസ് ഒക്കെ റിവൈസ് ചെയ്ത് നോക്കാം. അപ്പൊ നിലവിൽ ഇപ്പൊ ഒരു പ്രശ്നം അവിടെ ഉണ്ടായെന്ന് വിചാരിക്കാം, അപ്പൊ അത് നമ്മള് ഡിപ്പാർട്ട്മെന്റിൽ ഒരു പ്രശ്നം ഉണ്ടായി, അത് എന്താണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അതിനോടൊപ്പം തന്നെ എക്സിസ്റ്റിംഗ് പോളിസി, ആ നിലവിലുള്ള ആ നയങ്ങള്, ആ പോളിസീസ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ കൂടി എന്താവുന്ന റിവൈസ് ചെയ്യുക. അതിനനുസരിച്ച് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുക. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഇതാക്കുക, സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട് പോകാം. അപ്പൊ അങ്ങനെയുള്ള അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്യുക. അറേഞ്ച്മെന്റ് ഫോർ മീറ്റിംഗ് ടു ഐഡന്റിഫൈ ആൻഡ് സെറ്റിൽ ഡിപ്പാർട്ട്മെന്റ് ഇഷ്യൂസ്. ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അത് തീർപ്പാക്കാൻ, സെറ്റിലാക്കാനും വേണ്ടിയിട്ടുള്ള മീറ്റിങ്ങുകളൊക്കെ അറേഞ്ച്മെന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഓൾസോ ടു റിവൈസ് എക്സിസ്റ്റിംഗ് പോളിസി, നിലവിലുള്ള പോളിസീസ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. ഇതിനോടൊപ്പം തന്നെ നിലവിലുള്ള നയങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. ഇത്രയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എൻഷുർ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇന്ന് വായിച്ചു നോക്കി എല്ലാവരും 5 പോയിന്റ് കഴിഞ്ഞായിട്ട് കൊടുത്തേക്കുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എൻഷുർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. അയച്ചു കഴിയുമ്പോൾ ഒന്ന് പറയണം. നമുക്ക് ബാക്കിത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് എഴുതാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് സാധാരണ നമ്മൾ ഓരോ ചാപ്റ്റർ കഴിഞ്ഞ് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എഴുതണ പോലെ കുറച്ച് ക്വസ്റ്റ്യൻസും നമുക്കൊന്ന് നോക്കി പോകാം. റെഡി ചെയ്ത് കഴിഞ്ഞോ? ഓക്കെ, ബുക്ക് എടുത്തോ കേട്ടോ. കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി എഴുതാം. ഓക്കെ, എഴുതിക്കോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആൻ ആവറേജ് പേഴ്സൺ, ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എഴുതിയതായിരിക്കും കേട്ടോ. കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാം എന്തായാലും. ആൻ ആവറേജ് പേഴ്സൺ
An average person carries CARRITS carries almost 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 large liters of blood. An average person carries almost large liters of blood. Options ഞാൻ തരാം. ഓപ്ഷൻസ് എഴുതണമെന്നില്ല, കറക്റ്റ് ആൻസർ എഴുതിയാൽ മതി. 3 liters, 4 liters, 5 liters, 6 liters. എത്രയാ? 5 liters. 5 liters. Okay, very good. 5 liters. Second question. What is anticoagulant? Anticoagulant. ANTICOGULANT. Anticoagulant. What is anticoagulant? എഴുതിക്കോ, അതിന്റെ ഓപ്ഷൻ എഴുതിക്കോ കേട്ടോ. ഓപ്ഷൻ എ ലിക്വിഡ് LIQUID liquid which stop bleeding. Liquid which stop bleeding. Which stop bleeding. B. Option B. ഓപ്ഷൻ ഒന്നുകൂടെ പറയാമോ? Okay, പറയാം. First option liquid which stop bleeding. Which stop bleeding. Bleeding stop ചെയ്യാൻ help ചെയ്യുന്ന liquid. Which stop bleeding. Second option, option B ആണ് chemical which prevent bleeding. Chemical which prevent bleeding. PREVENT. Prevent bleeding. Option C, salt, SALT, salt that allow blood to clot. Salt that allow blood to clot. Option D, none of the above. ഏതാ anticoagulant? ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. ആൻസർ ഏതാ വരുന്നേ? What is anticoagulant? Anticoagulant എന്ന് പറഞ്ഞ എന്താ? ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാൻ സഹായിക്കുന്ന ഒരു ഡ്രഗ് ആണ്. ഹെപ്പാരിൻ ഒരു എക്സാമ്പിൾ ആണ് ആന്റികോയാഗുലന്റ്. ബ്ലഡ് കട്ടയാവാതിരിക്കാൻ സഹായിക്കുന്ന ഒരു ഡ്രഗ്, അതാണ് ആന്റികോയാഗുലന്റ്. അത് ക്ലോട്ട് ചെയ്യാതിരിക്കാൻ സഹായിക്കുന്നതാണ്. അപ്പൊ നോക്കിയേ, ഏതാ? ലിക്വിഡ് വിച്ച് സ്റ്റോപ്പ് ബ്ലീഡിംഗ് ആണോ? ബ്ലീഡിംഗ് സ്റ്റോപ്പ് ചെയ്യുന്നതാണോ? അല്ല, അത് ബ്ലീഡിംഗ് സ്റ്റോപ്പ് ചെയ്യാന്ന് വെച്ചാൽ കട്ടയാവുക എന്നുള്ള അർത്ഥമല്ലേ? കെമിക്കൽ വിച്ച് പ്രിവെന്റ് ബ്ലീഡിങ് തടയുക എന്നുള്ളത്. അപ്പൊ അതും ബ്ലഡ് കട്ടയാവുക എന്നുള്ള മീനിങ് തന്നെയല്ലേ? ബ്ലീഡിങ് പ്രിവെന്റ് ചെയ്യാൻ തടയുക എന്ന് പറഞ്ഞാൽ ക്ലോട്ട് ആവുക, അതല്ല ഉദ്ദേശം. പിന്നെ സോൾട്ട് ദാറ്റ് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സോൾട്ട്. ഇതേതെങ്കിലും ആണോ ആന്റികോയാഗുലന്റ്? അല്ല. അപ്പൊ അത് ഏതാ? ആൻസർ ഏതാ? ഓപ്ഷൻ ഡി അല്ല തന്നെ, നൺ ഓഫ് ദ എബോവ്. ആന്റികോയാഗുലന്റ് എന്ന് പറഞ്ഞാൽ ബ്ലഡ്
കട്ടയാവാതിരിക്കാൻ, ക്ലോട്ട് ആവാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ്. ബ്ലഡ് കട്ടയാവാതിരിക്കാൻ സഹായിക്കുന്ന ഒരു ഡ്രഗ് ആണ് ആന്റി കൊയാഗുലന്റ്. ഓക്കെ, ഹെപ്പാരിൻ എക്സാമ്പിൾ ആണ് അതിന്, ഹെപ്പാരിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. Third question. Blood bank typically 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 should be situated on the dash floor. Blood bank typically should be situated on the dash floor. Location lo nokke ed floor la irikkanam? Ground floor. Okay, very good. Should be situated on the ground floor. Ground floor. Next question. ഇനി ഇതിനകത്ത് ഫങ്ഷൻസ് നോക്കണം കേട്ടോ. ഫങ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഏതാന്ന് ഉണ്ടാവുമോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who comes under technical supervisor? Who comes under technical supervisor? Who comes under technical supervisor? Options പറയട്ടെ. Option A, technician. TECHICHNICIAN, technician. Option B is the BTO, blood transfusion officer. BTO. C, option C, clerks. CLERKS, clerks. Next, assistant technician. Option D ആണ് assistant technician. Assistant technician. ആരാ വരുന്നേ? ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ കീഴിൽ വരുന്ന ആരാ? ക്ലർക്ക്. ഓക്കെ, വെരി ഗുഡ്. ക്ലർക്സ്, നേഴ്സ്, PR. അവിടെ ക്ലർക്ക് എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ, അപ്പൊ അതുകൊണ്ട് അത് എഴുതാം കേട്ടോ. ക്ലർക്സ്, CLERKS, ക്ലർക്സ്. അതുപോലെ തന്നെ ഇങ്ങനെ പലതും ചോദിക്കാട്ടോ. ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഒരെണ്ണം ഞാൻ തരുന്നുള്ളൂ, അതേപോലെ നമുക്ക് വേറെ ചോദിക്കാം. Who comes under blood transfusion officer? അല്ലെങ്കിൽ who comes under technician? ചോദിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിപ്പോ. Antigen, ANTIGEN, antigen present in A group is dash. Antigen present in A group is dash. ഏതാ ഗ്രൂപ്പ് എയുടെ ആന്റിജൻ ഏതാ? ഗ്രൂപ്പ് എ ആന്റിജൻ എ. ബി ആണെങ്കിൽ ബി. AB ആണെങ്കിൽ എയും ഉണ്ട്, ആന്റിജൻ എയും ഉണ്ട്, ആന്റിജൻ ബിയും ഉണ്ട്. O ഗ്രൂപ്പ് ആണെങ്കിൽ ആന്റിജൻ ഇല്ല. അപ്പൊ അവിടെ ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പ് ഏതാ? ആന്റിജൻ O ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ എഴുതാം ആന്റിജൻ എ.
Next question. Which blood group is known as universal donor? ഏത് ബ്ലഡ് ഗ്രൂപ്പാ? Which group is known as universal donor? Oh, O group. O group. Next question. Which is the least common blood group? Least common blood group. Which is the least common blood group? ഏറ്റവും കുറവ് ആളുകളിൽ കാണപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ്, അതാണ് ലീസ്റ്റ് കോമൺ ബ്ലഡ് ഗ്രൂപ്പ്. ഏതാണെന്നറിയോ? AB നെഗറ്റീവ്. എഴുതി വെച്ചോ, AB നെഗറ്റീവ്. ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ആളുകളിൽ, ഏറ്റവും കുറഞ്ഞ ആളുകളിൽ കാണപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പാണ് AB നെഗറ്റീവ്. എഴുതി കഴിഞ്ഞോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. Which is the most common blood group? Most common blood group. O പോസിറ്റീവ്. ഏറ്റവും കൂടുതൽ ആളുകളിൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ആണ് O പോസിറ്റീവ്. O പോസിറ്റീവ്. O positive. Next question. Next question എഴുതിക്കോ. ഇത് ഈ HA1-കാർക്കുടെ മോഡലിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. അതാ, which blood cell helps in blood clotting? Which blood cell help in blood clotting? ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ബ്ലഡ് സെൽ ഏതാ? നമ്മള് കമ്പോണൻസ്, ബ്ലഡ് കമ്പോണൻസ് എന്നാലും പറഞ്ഞില്ലേ, അതിലേതാ? പ്ലേറ്റ്ലെറ്റ്സ്. ഓക്കെ, വെരി ഗുഡ്. പ്ലേറ്റ്ലെറ്റ്സ്. ഇത് HA1-ന്റെ മോഡലിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്ലേറ്റ്ലെറ്റ്സ്. വിച്ച് ബ്ലഡ് സെൽസ് ഹെൽപ്പ് ഇൻ ബ്ലഡ് ക്ലോട്ടിങ്? പ്ലേറ്റ്ലെറ്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is not a function of plasma? Which of the following is not a function of plasma? ഓപ്ഷൻസ് പറയാം. പ്ലാസ്മയുടെ ഫങ്ഷൻസ് അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചേക്കണം കേട്ടോ. ഫസ്റ്റ് ഓപ്ഷൻ എ, helps to maintain blood pressure. Helps to maintain blood pressure. Option B, provides. Provides.
provides proteins for blood clotting. Provides protein for blood clotting. Option C, transport oxygen to the tissues in the body. Transport oxygen to the tissues in the body. Option D, balance the level of level of sodium and potassium. Balance the level of sodium and potassium. ഏതാ വരുന്നേ? Not a function of plasma. Option C. Okay. Option C ആണ് transport oxygen to the tissues in the body. അപ്പൊ അത് ആർക്കുടെ ഫംഗ്ഷൻ ആയിരുന്നു? ട്രാൻസ്പോർട്ട് ചെയ്യാന്നുള്ളത് RBC. RBC. Okay, very good. RBC യുടെ ഫംഗ്ഷൻ ആണ് transport oxygen to the tissues in the body. Option C ആണ് correct. അത് ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ പഠിപ്പിച്ചപ്പോ തന്നെ പറഞ്ഞായിരുന്നു. ഇനി അതിലെ ഓരോന്നിലെ ഞാൻ എടുത്ത് തന്നില്ല കേട്ടോ. ആ 4 ബ്ലഡിലെ കമ്പോണൻസ് അതിൽ നിന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നോക്കി പോവുക. പിന്നെ സ്റ്റഡി ഓഫ് ബ്ലഡ് എന്താ എഴുതണമെന്നില്ല, ഏതാ? ഹെമറ്റോളജി. ഹെമറ്റോളജി. പിന്നെ അടുത്തത് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, പിന്നെ എഴുതി നമ്മൾ വെറുതെ ടൈം കളയണ്ട. പിന്നെ അടുത്തത് എന്താണ്? ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ബ്ലഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ഈസ് കോൾഡ് ട്രാൻസ്ഫ്യൂഷൻ. ട്രാൻസ്ഫ്യൂഷൻ. പിന്നെ നിങ്ങൾക്ക് അറിയാം, വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഡോണർ? O ഗ്രൂപ്പ്. യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ഏത് ഗ്രൂപ്പാ? AB. AB. Okay. പിന്നെ ഇന്നെടുത്തതിന്റെ കുറച്ച് ഇന്ന് നമ്മൾ എടുത്ത ആ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ഞാനിന്ന് മോക്ക് ടെസ്റ്റിൽ ഇട്ടേക്കാം. ഓക്കെ. പിന്നെ വേറെ പിന്നെ ആന്റിജനൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ അതൊക്കെ തന്നെയുള്ളൂ ക്വസ്റ്റ്യൻസ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കിയേ. ഡാഷ് ഈസ് ആൻ ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ. ഓപ്ഷൻസ് വായിക്കാം. ഹെപ്പറ്റൈറ്റിസ്, ഹീമോഫീലിയ, ലുക്കീമിയ, മയോകാർഡിറ്റിസ്. ഏതാ ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ? ലിവറിനുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ? ഹെപ്പറ്റൈറ്റിസ്. Hepatitis is an inflammation of liver. Okay. So, next ക്ലാസ്സിൽ നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കാം. ഇതിന്റെയൊക്കെ ഇത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇത് നിങ്ങൾ നന്നായിട്ട് ഇന്ന് തന്നെ ഇതൊന്ന് റിവൈസ് ചെയ്യാട്ടോ. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾക്ക് റിവിഷനായിട്ട് ഇനിയിപ്പോ കിട്ടുമെന്ന് അറിയില്ല ഈ ഒരു ചാപ്റ്റേഴ്സേ. മറ്റേ ചാപ്റ്റേഴ്സ് കിട്ടിയോണ്ട് ഇനിയും ഇത് റിപ്പീറ്റ് ചെയ്ത് കിട്ടുമെന്ന് അറിയില്ല, അതിനുള്ള ടൈം ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഈ ചാപ്റ്റർ ഇന്ന് തന്നെ നിങ്ങൾ നോക്കി പോകാം കേട്ടാ. ഇന്ന് തന്നെ ഇരുന്ന് വായിക്കുക നിർബന്ധമായിട്ട് എല്ലാവരും. ഇന്ന് തന്നെ ഈ ചാപ്റ്റർ വായിക്കുക. ചെറിയ ചെറിയ ഒബ്ജക്റ്റീവ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് അല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒന്ന് നോക്കി പോവുക കേട്ടോ. ഓക്കെ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ ഞാൻ ഒരുവിധമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നോക്കാം. ഫങ്ഷൻസ് നോക്കാം, പ്ലാസ്മയുടെ ഫങ്ഷൻ നോക്കാം. പിന്നെ അടുത്തത് ഫസ്റ്റ് ഏതാ മെയിൻ ഫങ്ഷൻസ്, ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്, പിന്നെ ഓർഗാനോഗ്രാം വരുന്നുണ്ട്. പിന്നെ നമ്മള് ഏതാണ് കമ്പോണൻസ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് കമ്പോണൻസ് ഓഫ് ബ്ലഡ്. പിന്നെ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നമ്മൾ പഠിച്ചത് ആവശ്യമായിട്ട് വരുന്നത്. ജോബ് റെസ്പോൺസിബിലിറ്റി നോക്കുക, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എൻഷുർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അത്രയും നോക്കുക. ഇന്ന് തന്നെ എല്ലാവരും ഫസ്റ്റ് ആയിട്ടും ഇത് വായിച്ച് ഇന്ന് തന്നെ പഠിക്കുക. ഓക്കെ. അപ്പൊ ആ ഒരു ചാപ്റ്റർ ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ചാപ്റ്റർ
വരുന്നത്. നിങ്ങൾ ബ്ലഡ് ബാങ്ക് അല്ലേ പഠിച്ചത്. നെക്സ്റ്റ് വരുന്നത് CSSP ആണ് കേട്ടോ. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്നാ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു. പക്ഷെ അടുത്ത ക്ലാസ് ഉണ്ടോ അതോ ഈ ക്ലാസ്സേ ഉള്ളായിരുന്നോ? ഇന്നിപ്പോ ഈ ക്ലാസ് ഉള്ളൂ. ഓക്കെ.